വനദറൻ ഇലാ അൽമിഅത്തി ത്വാഹ ഹുസൈൻ, ത്വാഹ ഹുസൈൻ്റെ ബുദ്ധി കൂർമ്മതയിലേക്ക്, ആ ഒരു പ്രതിഭാശാലിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ, വഷാഫുൽ മുത്തസാഹിദ് ബിൽ ഇൽം, അദ്ദേഹത്തിന്റെ അറിവിനോടുള്ള അധികരിച്ച പ്രേമത്തോട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിരീക്ഷിക്കുന്ന സമയത്ത് ഔഫദത്തുഹു അൽ ജാമിയ അൽ അഹ്ലിയ, ജാമിയ അഹ്ലിയ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ പ്രതിനിധിയായി നിശ്ചയിച്ചു. ഫി ബിഅസത്തി ഇല ഫറൻസ, ഫറൻസ ആ ഒരു സ്ക്വാഡ് ക്യാമ്പിൽ, ഫറൻസയിലേക്കുള്ള സ്ക്വാഡ് ക്യാമ്പിൽ ജാമിയ അഹ്ലിയിൽ നിന്ന് പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഫനസല അവലൻ ഫി മുംബോലിയ, അദ്ദേഹം അങ്ങനെ ആദ്യമായി മുംബോലിയ എന്ന സ്ഥലത്ത് ഇറങ്ങി. തുമ്മ ബാദ ഹവാരി സന, പിന്നെ അദ്ദേഹം ചില കൊല്ലങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു, ഇൻതഖല ഇല പാരീസ്, പാരീസിലേക്ക് അദ്ദേഹം മാറി. വഅഖദ യഖ്തലിഫു ഇല മുഹദറാത്തിൽ മുഅരിഖീൻ, അവിടെ ഉസ്താദുമാർ, ചരിത്രകാരന്മാരുടെ ലെക്ചറിംഗ് ക്ലാസ്സിൽ അദ്ദേഹം വ്യത്യസ്തത പുലർത്തി. വൽ ഉദബ ഫിൽ ജാമിഅത്തു സൂർബൻ, സൂർബൻ യൂണിവേഴ്സിറ്റിയിലും, അതുപോലെ തന്നെ വൽ കോളേജ് ഡി ഫ്രാൻസ് കോളേജിലും സൂർബൻ യൂണിവേഴ്സിറ്റിയിലും ഉള്ള സാഹിത്യകാരന്മാരുടെയും ചരിത്രകാരന്മാരുടെയും ലെക്ചറിംഗിൽ അദ്ദേഹം വ്യത്യസ്തത പുലർത്തി വന്നു. താറത്തൻ യസ്തമിഉ ഇല മുഹദറാത്തി ഫി താരീഖ് വൽ യൂനാനി വൽ റൂമാനിൽ ഖദീം, ഒരിക്കൽ അദ്ദേഹം ചെയ്യും പഴയകാല റോമാൻ ചരിത്രം, അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രം, അതൊക്കെ അതിൻ്റെയൊക്കെ ലെക്ചറിംഗിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും. വതാറത്തൻ സാനിയത്തൻ, മറ്റൊരു തവണ, രണ്ടാമത്തെ ഒരു തവണ, യസ്തമിഉ ഇല മുഹദറാത്തി ഫിൽ ഫലസ്ഫത്തി വ ഇൽമുൻ നസ്ഫ്, ഫിലോസഫിയിലും സൈക്കോളജിയിലും ഒക്കെ ആ ലെക്ചറിംഗ് ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും. വതാറത്തൻ സാലിസത്തൻ, മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം യസ്തമിഉ ഇല മുഹദറാത്തി ബഅദുൽ മുസ്തശ്രിക്കീങ്ങളുടെ മുഹദറാത്തിൽ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം അത് ശ്രദ്ധിച്ചു കേൾക്കും. അങ്ങനെ അദ്ദേഹം വ്യത്യസ്തത പുലർത്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അഹദ യഖ്തലിഫു. മാത്രല്ല അദ്ദേഹം എന്താണ്, യതഅല്ലമു അസ്നാഅ ദാലിക അൽ യൂനാനിയ വ ലാത്തിനി, അദ്ദേഹത്തിന്റെ എടുക്കുന്നത് യൂനാനിയും ലാത്തിനിയും ഒക്കെ പഠിച്ചു. അദ്ദേഹത്തിന് അറിഞ്ഞ ഭാഷകളിൽ പെട്ടാണ് യൂനാനിയും ലാത്തിനിയും ഒക്കെ നമ്മൾ ആദ്യത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തആവനഹു ഫതാത്തുൻ, അദ്ദേഹത്തോട് ഒരു ഫതാത്ത് എന്ത് ചെയ്തു, സഹകരിച്ചു. തആവന, സഹകരിക്കുക. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, സഹകരിക്കുക. ഫറൻസിയ, ഒരു ഫ്രാൻസ് പെണ്ണ്, കരീമ, ഒരു മാന്യതയുള്ള, കുലീനതയുള്ള. തുഅരിഫു അലൈഹാ ഫി അസ്നാഇ ദർസ്, അദ്ദേഹം അവരെ പരിചയപ്പെട്ടത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ പരിചയപ്പെട്ടതാണ്. വഹിയല്ലത്തി ഇഖ്താറഹാ ഫീമാ ബഅദു ശരീകതൻ ലി ഹയാതിഹി, 1917 അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പാർട്ട്ണറായിട്ട്, എന്താണ്, ഒരു ജീവിത സഖിയായിട്ട് അവരെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. അപ്പോൾ അതായത് അവരെ വിവാഹം കഴിച്ചു നടത്തും. വഹിയ തുദ്ആ സൂസൻ, അവരെ സൂസൻ എന്ന പേരിൽ അറിയപ്പെടാം. അഞ്ച മിൻഹ ബിൻതൻ, അവരിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ഇസ്മുഹ അമീന, അവളുടെ പേര് അമീന എന്നാണ്. വ ഇബ്നൻ, ഒരു ആൺകുട്ടി ജനിച്ചു. ഇസ്മുഹു മുഅനിസ്, അവന്റെ പേര് മുഅനിസ് എന്നാണ്. ഇത് വജദ ഇൻദഹ കുല്ലമാ കാന യഫ്ഖുദുഹു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം അവളിൽ അദ്ദേഹം കണ്ടെത്തിയ സമയത്ത്, ആ സന്ദർഭത്തിൽ ഫഖദ് വസഫഹ ഫഖാൽ, അദ്ദേഹം അവളെ വിശേഷിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ് ഇന്നഹ ബദലത്തുഹു മിനൽ യഅ്സി നഈമൻ, അവള് എന്താണ്, ദുരിതത്തിന്റെ സമയത്ത് അനുഗ്രഹമായിട്ട് എനിക്ക് പകരമായി വന്നതാണ്. വമിനൽ യഅ്സി അമലൻ, അതുപോലെ തന്നെ നിരാശയുടെ സമയത്ത് പ്രതീക്ഷയായി വന്നതാണ്. വമിനൽ ഫഖരി ഇന, ദാരിദ്ര്യത്തിന്റെ സമയത്ത് സമ്പുഷ്ടിയായി സമ്പന്നതയായി വന്നതാണ്. വമിന ശഖാഇ സആദതൻ വസഫ്വ, അതുപോലെ തന്നെ നിർഭാഗ്യത്തിന്റെ സമയത്ത്, ഭാഗ്യക്കേടിന്റെ സമയത്ത്, ഷഖാഇന്റെ സമയത്ത്, നിർഭാഗ്യത്തിന്റെ സമയത്ത് ഭാഗ്യമായിട്ട്, സൗഭാഗ്യമായി വന്നതാണ്. സൗഭാഗ്യം, സഅദ് എന്ന സൗഭാഗ്യം, ഷഖാ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം, നേരെ ഓപ്പോസിറ്റ് വാക്കുകളാണ്. വസഫ്വ, അതുപോലെ തന്നെ തെളിമയായി വന്നതാണ്. ലഖദ് അസ്മറത് ജുഹൂദുഹു അൽ മുദ്നിഇഅ, അദ്ദേഹത്തിന്റെ കഠിനമായ പരിശ്രമം, ആ കഠിനമായ പരിശ്രമം എന്ത് ചെയ്തു, അത് ഫലം കണ്ടു. വഹസല അല ദിറാസത്തിൽ ഉല്യ, അദ്ദേഹം അങ്ങനെ വലിയ വിദ്യാഭ്യാസം, ഫി താരീഖ്, അദ്ദേഹം താരീഖിൽ വലിയ വിദ്യാഭ്യാസം അദ്ദേഹം കരസ്ഥമാക്കി. സുമനാല ഷഹാദ ദക്തൂറ അസാനിയ, അദ്ദേഹം രണ്ടാമത്തെ ഡോക്ടറേറ്റ് നേടി. ബിരിസാലത്തി അൻ ഫൽസഫത്തി
ഇബ്നു ഖൽദൂൻ. അപ്പൊ ഈ ഇബ്നു ഖൽദൂന്റെ മൗലു എന്താന്ന് വെച്ചാൽ ഇവിടെ തന്നെ അതിന്റെ മൗലു ഉണ്ട്. ചില PSC ക്വസ്റ്റ്യനിലും ഒക്കെ ചോദിച്ചാണത്. ഇബ്നു ഫലസ്ഫത്ത് ഇബ്നു ഖൽദൂന്റെ മൗലു എന്താണ്? താരീഖാണ്. അതാണ് ഇവിടെ ചേർത്ത് പറയാൻ കാരണം. താരീഖും ഈ ഇതിലും പഠിച്ചു ഉന്നതി നേടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷഹാദ് ദക്തൂറ ഇബ്നു ഖൽദൂൻ പറയാൻ കാരണം 1918 അത് നേടിയിട്ടുള്ളത്. ഇലാ മിസർ, അങ്ങനെ അദ്ദേഹം മിസറിലേക്ക് തന്നെ മടങ്ങിയ ആ ഒരു ഇതിൽ 1919 ഉസ്താദൻ ലിത്താരീഖിൽ യുനാനി വ റൂമാനി ഫിൽ ജാമിഅത്തിൽ മിസ്രിയ. ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് റോമൻ ഗ്രീക്ക് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദായിട്ട് എന്ത് ചെയ്തു? പ്രൊഫസറായിട്ട് അദ്ദേഹത്തെ നിർണയിച്ചു. വക്കാന ഹീനയിദിൻ ജാമിയത്തുൻ അഹ്ലിയ, ആ ഒരു സമയത്ത് അത് ജാമിയത്തുൻ അഹ്ലിയ എന്ന ഇതിലും ആയിരുന്നു ആ ഒരു അവസരത്തിൽ. 1924 തഹവലത്തിൽ ജാമിയത്തുൽ മിസ്രിയ ഇലാ ജാമിയത്തുൽ ഹുക്മിയ, ജാമിയത്തുൽ മിസ്രിയ ജാമിയത്തുൽ ഹുക്മിയ എന്നുള്ളതിലേക്ക് മാറുന്നുണ്ട് 1924. ത്വഹ ഹുസൈൻ അദ്ദേഹം അവിടെ നിയമിക്കപ്പെട്ടു എന്തായിട്ട്? ഉസ്താദ് ലിൽ അദബിൽ അറബി 1925 അത് അറബി സാഹിത്യത്തിന്റെ ഉസ്താദായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. വഖദ് ദറസ ഫളലൻ അനിൽ അദബ്, അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത്? അദബിന്റെ ശ്രേഷ്ഠതയാണ് അവിടെ പഠിപ്പിച്ചത്. അത്താരീഖ് വൽ ഫൽസഫ വത്തർബിയ, മാത്രമല്ല അദ്ദേഹം ചരിത്രം പഠിപ്പിച്ചു, ഫിലോസഫി പഠിപ്പിച്ചു, വിദ്യാഭ്യാസം പഠിപ്പിച്ചു. 1930 ഉൻതുദിബ അമീദൻ ലികുല്യത്തിൽ ആദാബ് ഫി തിൽക്കൽ ജാമിയത്തി നഫ്സഹ, ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ, അതായത് ഏത് യൂണിവേഴ്സിറ്റി? ജാമിയത്തുൽ മിസ്രിയ അല്ലെങ്കിൽ ജാമിയത്തുൽ ഹുക്മിയ, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളായി, അമീദായിട്ട്, കുല്യത്തുൽ ആദാബിൽ അമീദായിട്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്തു. ഉൻതുദിബ പ്രതിനിധാനം ചെയ്തു, മന്ദൂബായി എന്നർത്ഥം. 1943 അസ്ഹമ ബിശക്കിലിൻ കബീരിൻ ഫി തഅസീസ് ജാമിയത്തുൽ ഇസ്കന്ദ്രിയ, അദ്ദേഹം ഇസ്കന്ദ്രിയ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം വളരെ വലിയ സംഭാവന ചെയ്തു 1943. അല്ലത്തി അസ്ബഹ ഫീഹ അവ്വൽ മുദീറുൻ ലഹ, ആ ഇസ്കന്ദ്രിയയിൽ അദ്ദേഹം ഇസ്കന്ദ്രിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ആദ്യത്തെ ഡയറക്ടറായിരുന്നു, ആദ്യത്തെ മുദീറായിരുന്നു, ഡയറക്ടറായിരുന്നു. 1950 ഉഖ്തിറ വസീറൻ ലിത്തർബിയത്തി വത്തഅലീം, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു 1950. ഫദഅ ഇലാ മജ്ജാനിയത്തി തഅലീം, അദ്ദേഹം ഈ വിദ്യാഭ്യാസം പൂർണ്ണമായി സൗജന്യമാക്കണം എന്ന് അദ്ദേഹം വാദിച്ചു. വത്തകാഫി അൽ ഫുർസ, അതുപോലെ തന്നെ അവസരങ്ങൾ സൃഷ്ടിക്കണം, അവസരങ്ങൾ എന്ത് ചെയ്യണം? സൃഷ്ടിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ എന്ത് ചെയ്യണം? സൃഷ്ടിക്കണം. ഖായിലൻ ഇന്ന താലീമ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്താ വെച്ചാൽ, ആ വാക്ക് വളരെ പ്രധാനമാണ്. ഇന്ന താലീമ ദുറൂറിയ്യൻ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അത് അടിസ്ഥാനപരമായിട്ട് അത്യന്താപേക്ഷമായിട്ടുള്ള അനിവാര്യമായ ഘടകമാണ്. ലിക്കുല്ലി അഫ്രാദി ഷാബ്, സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ദുറൂറിയത്തിൽ ഏതുപോലെ ഭക്ഷണം അനിവാര്യമായതുപോലെ, വൽ മാവ് വെള്ളം അനിവാര്യമായതുപോലെ, വൽ ഹവാ വായു അനിവാര്യമായതുപോലെ, ഭക്ഷണം വെള്ളം വായുക്ക് അനിവാര്യമായതുപോലെ വിദ്യാഭ്യാസം അനിവാര്യമായ ഘടകമാണ് എന്നർത്ഥം. 1951 മനഹത്തു കുല്ലിയ ട്രിനിറ്റി എന്ന കോളേജ്, ട്രിനിറ്റി കോളേജ് അദ്ദേഹത്തിന് ബിജാമിയത്ത് ഓക്സ്ഫോർഡിൽ യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജാണ് ട്രിനിറ്റി കോളേജ്. ആ ട്രിനിറ്റി കോളേജ് അദ്ദേഹത്തിന് നൽകി ഔദാര്യമായി നൽകണേ. ഇംഗൾത്തറയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഔദാര്യമായി നൽകുകയാണ് ദർജത്ത് ദക്തൂറ, മൂന്നാമത്തെ ഡോക്ടറേറ്റ് അൽ ഫഖ്രിയ, ദർജത്ത് ദക്തൂറിയ അൽ ഫഖ്രിയ ഫിൽ ആദാബ്. അപ്പോൾ മൂന്നാമത്തെ ഡോക്ടറേറ്റ് ദക്തൂറിയ അൽ ഫഖ്രിയ ഫിൽ ആദാബ് 1951. അപ്പൊ 18 ഏതൊക്കെ കൊല്ലത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത്? ആദ്യം 18 എന്ത് ചെയ്തിട്ടുണ്ട്? 14 ഒരു ഡോക്ടറേറ്റ് നേടിയത് അബിൽ അലാഹിന്റെ, 18 ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ, ഇപ്പൊ 51 ഏതാണ്? നമ്മുടെ ദക്തൂറ ഫഖ്രിയ. ഓക്കെ. 1952 എഅ്തസല, അദ്ദേഹം വേറിട്ട് നിന്നു. ത്വഹ ഹുസൈൻ അൽ അമൽ റസ്മി, ഒരു റസ്മിയായ അമലിലേക്ക് അദ്ദേഹം വേറിട്ട് നിന്നു. എഅ്തസല, അദ്ദേഹം വേറിട്ട് നിന്നു, വ്യതിരിക്തമായി. ഇൻസറഫ ഇല തഅലീഫ് വൻ നശ്ർ, അത് പ്രസിദ്ധീകരിക്കാനും അത് തഅലീഫ് അത് രചിക്കാനും അത് പ്രചരിപ്പിക്കാനും ഹത്താ വാഫത്തുഹു അൽ മനിയ, അദ്ദേഹത്തിന് മരണം പിടികൂടുന്നത് വരെ. ഫിൽ യൗമി സാമിൻ വൽ 28-ാം തീയതി
ഫി ഒക്ടോബർ മാസം 28-ാം തീയതി 1973 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വയസ്സ് അനുമ്രുഹു യുനായിസ്, അദ്ദേഹത്തിന്റെ വയസ്സ് അദ്ദേഹം കടാപിടിക്കും എന്ത് 84 വയസ്സ്. 84 വയസ്സാവും ഏകദേശം. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ 84 വയസ്സ് അദ്ദേഹത്തിനാവുമ്പോൾ 48 വയസ്സാണ് ആർക്ക്? നേരെ തിരിച്ചിട്ടാൽ ആവുന്നതാണ് ജുബ്രാൻ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജുബ്രാന്റെ വയസ്സ് 48, മരിക്കുമ്പോഴുള്ള വയസ്സ് 48 ആണ് ജുബ്രാന്റെ വയസ്സ് എന്നുണ്ടെങ്കിൽ 84 ആറ് വയസ്സ് ത്വഹ ഹുസൈന്റെ വയസ്സ്. വക്കാന ദാലിക ബഅദ യൗമിൻ വാഹിദിൻ, അതിന്റെ ഒരു ദിവസം ശേഷം മിൻ നീലിഹി ജായിസത്തുൽ ഉമമുൽ മുത്തഹിദ, UNO എന്ത് ചെയ്തു? ലി അബ്റസിൽ മുൻജസാത്തി ഫി ഹഖിലി ഹുഖൂഖിൽ ഇൻസാൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ ആ ഒരു ഇതില് അദ്ദേഹത്തിന് ഏറ്റവും അബ്റസുൽ മുൻജസാത്ത്, ഏറ്റവും നല്ല അഞ്ചസ എന്ന ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ആർക്ക് നൽകിയിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു മരണാർത്തൊക്കെ കൊടുക്കല്ലോ, മരണത്തിന്റെ ശേഷം ഒരു ഇത് കൊടുക്കല്ലോ, അങ്ങനെ UNO അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ് പറയാം, എന്നാലേ മനസ്സിലാവുള്ളൂ.